കൊട്ടാരക്കരയിൽ പട്ടാളം ഇറങ്ങിയിരിക്കുകയാണ്. പട്ടാളം അത് വെറുതെ പറയുന്നതല്ല, നല്ല ഒറിജിനൽ പട്ടാളമാണ് കൊട്ടാരക്കരയിൽ ഇറങ്ങിയിരിക്കുന്നത്. ഒരു രക്ഷയില്ലാണ്ടല്ലേ, പോലീസ് ജീപ്പും വലിയ ബസ്സും കാര്യങ്ങളൊക്കെ കിടക്കുന്നതാണ്. പോലീസും ഉണ്ടല്ലേ, പോലീസും പട്ടാളം ഉണ്ട്. ആഹാ ആണ്ടേ, കൊട്ടാരക്കരയിൽ പട്ടാളം ഇറങ്ങിയിരിക്കുകയാണ്. ആ ആ കണ്ടല്ലോ, വെറുതെ പറഞ്ഞതല്ല, കൊട്ടാരക്കരയിൽ പട്ടാളം ഇറങ്ങിയിരിക്കുകയാണ്. പട്ടാളം ആണ്ടേ, കൊട്ടാരക്കരയിൽ പട്ടാളം ഇറങ്ങിയിരിക്കുകയാണ്. എന്താണ് സംഗതി എന്നൊക്കെ അവിടെ ചോദിച്ച് മനസ്സിലാക്കണം. എന്തായാലും AK-47 കയ്യിലുണ്ട്. ആണ്ടേ, കണ്ടില്ലേ, AK-47 കയ്യിലുണ്ട്. ഇവിടെ പട്ടാളം, അവിടെ പോലീസ്. പോലീസ് പട്ടാളം, പട്ടാളം പോലീസ്. ഏതാ പോലീസ് പട്ടാളം, പട്ടാളം പോലീസ്. അപ്പം അവിടെ കൊട്ടാരക്കരയിൽ പോലീസും പട്ടാളമൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. എന്തോ സംഗതി എന്നുള്ളത് നമുക്ക് കാണാം, ലൈവായി തന്നെ കാണാം. സംഭവങ്ങളെല്ലാം പറയാം. അതാണ്ട് ഇവിടെ പോലീസ്, അവിടെ പട്ടാളം, അവിടെ പട്ടാളം, ഇവിടെ പോലീസ്. അതാണ് ഇങ്ങനെ നിൽക്കുകയാണ്. എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. നമ്മൾ ഇതിപ്പോൾ സംഭവം അറിഞ്ഞ് ഇവിടെ എത്തിച്ചേർന്നതാണ്. അപ്പോൾ അതാണ്ട് പല പോലീസ് സ്റ്റേഷനിലെ SHOമാർ, മറ്റ് SI റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പുറത്ത് കണ്ടില്ലേ, ആ കൊട്ടാരക്കരയിൽ പോലീസ് ഇറങ്ങിയിരിക്കുകയാണ്. പോലീസും പട്ടാളവും ഒരുമിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. എന്താ സംഗതി എന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം. എന്തായാലും എന്തോ സംഗതി ഇവിടെ നടക്കുന്നുണ്ട്, എന്തൊക്കെയോ സംഗതികൾ ഇവിടെ നടക്കുന്നുണ്ട്. പോലീസും പട്ടാളമൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. കൊട്ടാരക്കരയിൽ പോലീസും പട്ടാളം ഇറങ്ങിയിരിക്കുകയാണ്. നാടെ കണ്ടോ, വലിയ അവരുടെ എയർ ക്യാമ്പിൽ ഇടിവണ്ടി കിടപ്പുണ്ട്, അതിൻ്റെ പുറകിൽ ഇടിവണ്ടി കിടപ്പുണ്ട്, നിരവധി പോലീസ് ജീപ്പുകൾ കിടപ്പുണ്ട്. എന്താണ് സംഗതി എന്നുള്ളത് പ്രിയമുള്ള പ്രേക്ഷകരെ നിങ്ങൾ സസൂക്ഷ്മം ഒന്ന് കാണുക. കൊട്ടാരക്കരയിൽ പോലീസും പട്ടാളം ഇറങ്ങിയിരിക്കുകയാണ്. ഇത് വെറുതെ പറഞ്ഞില്ല, ലൈവ് കാഴ്ചകളാണ് നമ്മൾ പ്രേക്ഷകരുമായി ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. ഇതാണ് SHOമാർ, ഒരുപാട് SHOമാർ ഇതാണ്ട് ഇവിടെ നിൽക്കുന്നു, പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ നിൽക്കുന്നു. അതുകൊണ്ട് പട്ടാളം അവർ AK-47 ആയിട്ട് നിൽക്കുകയാണ്. ആണ് നിസ്സാര കാര്യമല്ല, കണ്ടില്ലേ, AK-47 ആണ് ഇരിക്കുന്നത്. AK-47 ഇത് കണ്ടോ, AK-47 ആണ് കയ്യിരിക്കുന്നത്. സംഗതികൾ നമുക്ക് എന്താണെന്ന് അറിയാം. നിങ്ങൾ ഷെയർ ചെയ്യണം, സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കയ്യിലിരിക്കുന്ന സാധനം കണ്ടല്ലോ, AK-47 ആണ്. AK-47 ആണ് പോലീസ്. സംഗതി നിസ്സാരമല്ല പ്രിയമുള്ള പ്രേക്ഷകരെ, സംഗതി നിസ്സാരമല്ല. കൊട്ടാരക്കരയിൽ അവിടെ പോലീസും പട്ടാളം ഒരുമിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. പോലീസും പട്ടാളവും ഒരുമിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ലൈവ് കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരുമായി ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. എൻ്റെ പൊന്നണ്ണ എടുത്ത് പ്രയോഗിച്ച് കളയല്ലേ, ഒരു പട്ടാളക്കാരാകുമ്പോൾ ചിരിക്കുന്നു. അണ്ണാ അടുത്ത് പ്രയോഗിച്ച് കളയല്ലേ എൻ്റെ പൊന്നണ്ണ. ആളുകളൊക്കെ ആകാംക്ഷയോടെ നോക്കുകയാണ്. എന്താണ് സംഗതി അവർക്ക് ആർക്കും അറിയാൻ പറ്റില്ല. ആളുകൾക്ക് ആകാംക്ഷയോടെ നോക്കുകയാണ്. സംഭവം പോലീസും പട്ടാളവും ഇറങ്ങിയിരിക്കുകയാണ്. കൊട്ടാരക്കരയിലാണ്. കൊട്ടാരക്കര ഇതാണ്ടേ, നമ്മുടെ സ്വന്തം കൊട്ടാരക്കരയിലാണ് ഇപ്പോൾ പോലീസും പട്ടാളം ഇറങ്ങിയിരിക്കുന്നത്. പട്ടാളം ഇവിടെ തോക്കുമായി നിലയുറപ്പിച്ചിരിക്കുന്നു. തൊട്ടപ്പുറത്ത് പോലീസ് അവിടെ അവർ സ്റ്റഡിയായി അവിടെ നിൽക്കുന്നു. എന്താണ് സംഗതി എന്നുള്ളത് സത്യം പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല. ആൾക്കാർ കാര്യം പറയുമെന്ന് പറഞ്ഞു. കാര്യം എനിക്കറിയില്ല, നിങ്ങളെപ്പോലെ എനിക്കും അറിയില്ല. ഞാൻ ദൃശ്യങ്ങൾ കാണിക്കുന്നേ ഉള്ളൂ. ദൃശ്യങ്ങൾ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ ദൃശ്യങ്ങൾ കാണിക്കുന്നേ ഉള്ളൂ. അവിടെ നമുക്ക് ചോദിക്കാൻ പറ്റും. കയ്യിരിക്കുന്നത് AK-47 ആണോ, കയ്യിലിരിക്കുന്നത് AK-47. ഞാൻ എങ്ങനെ പോയി ചോദിക്കും? എങ്ങനെ പോയി ചോദിക്കും? നിങ്ങൾ പറ, എങ്ങനെ പോയി ചോദിക്കും? നിങ്ങൾ തന്നെ പറ. ഒന്നും ചോദിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കണ്ടില്ലേ, ആണേ ആ മീമിക്ക ചേട്ടനൊക്കെ ആണെങ്കിൽ കിടുകിട പേടിച്ചിരിക്കുക. എന്താ അറിയാൻ വയ്യ. കണ്ടോ, പുള്ളിക്കാരവിടെ കിടുകിട പേടിച്ചിരിക്കുകയാണ്. കിടുകിട പേടിച്ചിരിക്കുക കയറി. കണ്ടോ, കയ്യിരിക്കുന്നത് AK-47. കണ്ടല്ലേ, ആകപ്പാടെ എന്താണെന്ന് എനിക്കറിയില്ല. പ്രിയമുള്ള പ്രേക്ഷകരെ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല.
അതാ പുള്ളിക്കാരെല്ലാം പേടിച്ചിരിക്കുക, എല്ലാം പേടിച്ചിരിക്കുക. കയ്യിരിക്കുന്നത് AK-47 ആണ്. AK-47 കണ്ടില്ലേ? കൊട്ടാരക്കരയിൽ പട്ടാളം ഇറങ്ങിയിരിക്കുകയാണ്. അതാണ് പോലീസും ഉണ്ട്, പട്ടാളം ഉണ്ട്. പട്ടാളം പോലീസ്, പോലീസ് പട്ടാളം. അയ്യോ, പോലീസും പട്ടാളം ഇറങ്ങിയിരിക്കുകയാണ്. വെറുപ്പിക്കൽ ഇങ്ങനെ ഈ വെറുപ്പിക്കൽ എന്ന് പറയില്ല. നിങ്ങൾ സംഭവം കാണുന്ന നമ്മൾ 1200 രൂപ കണ്ടുപിടിക്കുക. 1200 രൂപ വെറുത്തിട്ടാണ് കാണുന്നത്. ചുമ്മാ ഈ ആളുകൾ ഇല്ലേ, ശരിയല്ലേ? അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. മിസ്റ്റർ രതീഷ്, എന്താണ് രതീഷ് ഇങ്ങനെ സംസാരിക്കുന്നത്? 1200 പേര് കണ്ടുകൊണ്ടിരിക്കുക, 1200 പേര് വെറുപ്പിക്കലാണ് കാണുന്നത്. ഈ സംഭവം എന്താണെന്ന് ആർക്കും അറിയില്ല. കണ്ടല്ലേ, കൊട്ടാരക്കര പുത്തൂർ റോഡിലാണ് ഇപ്പോൾ പട്ടാളം ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ കാണുന്നത് ദൃശ്യങ്ങൾ കാണുന്നില്ലേ? എന്തുമാത്രം പട്ടാളക്കാരാണ് AK-47 അവിടെ നിൽക്കുന്നത്? കണ്ടില്ലേ? ഇത് ഞാൻ വെറുതെ പറയുന്നതാണ്. കാരണം അപ്പുറത്ത് പോലീസ് നിൽക്കുന്നു, കേട്ടോ. അപ്പുറത്ത് പോലീസ് നിൽക്കുന്നു, ഇപ്പോഴത്തെ പട്ടാളം നിൽക്കുന്നു. ഇനി എന്താണ് സംഭവം എന്നുള്ളത് ലൈവായിട്ട് കാണിക്കാം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് നിൽക്കുക, ഒന്ന് സ്കിപ്പ് ചെയ്യാതെ നിങ്ങളൊന്ന് ധൃതി വയ്ക്കാമെന്ന് കാണും. എന്താണ് സംഭവം എന്നുള്ളത്? ഇടിവണ്ടി 2 നടക്കുന്നത്, പോലീസിൻ്റെ ഇടിവണ്ടി 2 2 ഇടിവണ്ടി നടക്കുന്നത്. കണ്ടില്ലേ? സംഗതി കുഴപ്പമാണല്ലോ, സംഗതി കുഴപ്പമാണല്ലോ ഇത്. സംഗതി കുഴപ്പമാണല്ലോ ഇത്. കണ്ടോ, കൊട്ടാരക്കരയിൽ പട്ടാളം ഇറങ്ങിയിരിക്കുകയാണ്. കണ്ടോ, നിങ്ങൾ കണ്ടോ? പട്ടാളം ഇറങ്ങിയിരിക്കുകയാണ് കൊട്ടാരക്കരയിൽ. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരുമായി ഇപ്പോൾ കാണുന്നത്. AK-47 കഴിക്കുന്നതാണ്. വേറെ ഫൈബറിലാത്തി എന്തോ കഴിക്കുന്നത് എനിക്കറിയാൻ, എന്തൊക്കെയോ ആയുധങ്ങളൊക്കെ കഴിക്കുന്നുണ്ടോ. ആ ഒരു പട്ടാളക്കാർക്ക് സാധനം എന്താണ് അത് അറിയാതെ കമൻറ്റ്. ഇത് എന്ത് സംഭവം? നീളത്തിലിരിക്കുന്ന സാധനം എന്തു? ഒന്ന് ആലോചിച്ചു. സംഭവം എന്നാലേ നിസ്സാര കാര്യമല്ല. അവിടെ പട്ടാളമാണ് നിൽക്കുന്നത്, പട്ടാളം. പോലീസ് പട്ടാളം, പോലീസും പട്ടാളവും നല്ല ഒരുമിച്ച് നിൽക്കുകയാണ്. കൊട്ടാരക്കരയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. എന്താണ് സംഗതി എന്ന് ആരും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പട്ടാളക്കാരത്ത് അടുത്ത് പോകാൻ പറ്റത്തില്ല. AK-47 കഴിക്കുന്നത്. പോലീസ് അടുത്ത് വെച്ചാൽ ലാത്തി ആയിരിക്കുന്നത്. അത് എവിടെ പോയി ചോദിക്കും? ഒന്നും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. ബാക്കിയുള്ള നാട്ടുകാരാണെങ്കിൽ പേടിച്ച് ഇരിക്കുകയാണോ? ബാക്കിയുള്ള പരിസരവാസികളെല്ലാം പേടിച്ചിരിക്കുകയാണ്. നമ്മളെങ്ങനെ ചോദിക്കും? AK-47 ഒന്നാമത് ഹിന്ദിയാണ്. നമ്മളെ ഹിന്ദി മലയാളത്തിനെല്ലാം ചോദിക്കണം. അത് ഹിന്ദിയിലാണ്, ചീത്ത ആയിരിക്കണം. നമ്മളെടുത്ത് വെച്ച് വീശിക്കഴിഞ്ഞാൽ നമ്മളിടപാട് ചെയ്തു. പിന്നെ കൊട്ടാരക്കര വാർത്തകളവിടെ നിൽക്കും. അതുകൊണ്ട് ഞാനൊന്നും ചോദിക്കാൻ പോകുന്നില്ല. ഞാൻ എന്താ സംഗതി എന്നുള്ളത് ഇവിടെ പയ്യെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി പറയാം. കണ്ടോ പട്ടാളക്കാർ, പോലീസുകാർ. അതാണ് DYSP വരുന്നത്. കൊട്ടാരക്കര DYSP ഇപ്പോൾ തീർന്നിരിക്കുകയാണ്. കൊട്ടാരക്കര DYSP ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പരിപാടി തുടങ്ങിയിട്ടുണ്ട്. SP ഉണ്ടല്ലോ. അതുകൊണ്ട് റൂറൽ SP അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. DYSP, അതുപോലെ റൂറൽ SP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോൾ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. എന്താണ് സംഗതി എന്നുള്ളത് നമുക്കൊന്ന് പലവന്മാർ ഹെൽമെറ്റ് ഇല്ലാത്തവരെല്ലാം തിരിച്ചു പോവുകയാണ്. ഹെൽമെറ്റ് ചെയ്യാൻ വേണ്ടി പല ആൾക്കാരെ പേടിച്ച് വണ്ടി ഒതുക്കി പോകുന്നുണ്ട്. എനിക്ക് വയ്യ സംഭവം എന്തോ. കേന്ദ്രസേനയാണ്, കേന്ദ്രസേന. കൊട്ടാരക്കരയിലാണ് പോലീസ് കേന്ദ്രസേനയുടെ റൂട്ട് മാർച്ചാണ് ഇപ്പോൾ നടക്കുന്നത്.
കൊട്ടാരക്കരയിലാണ് ഇപ്പോൾ കേന്ദ്രസേനയുടെ റൂട്ട് മാർച്ച് നടക്കുന്നത്. അതാണ് പോലീസ് ഫ്രണ്ടിൽ, അതുപോലെ പട്ടാളം. അതാണ് കൊട്ടാരക്കരയിലാണ് ഇപ്പോൾ റൂട്ട് മാർച്ച് നടക്കുന്നത്. കണ്ടില്ലേ, AK പോലീസാണ് ഇരിക്കുന്നത്. പൊന്നെണ്ണ പൊടിച്ചോളേ. അതാണ് കൊട്ടാരക്കര മുസ്ലിം സ്ട്രീറ്റിലാണ് ഇപ്പോൾ പോലീസിന്റെയും പട്ടാളത്തിന്റെയും ഒരു റൂട്ട് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു റൂട്ട് മാർച്ചാണ് ഇവിടെ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.